എൻ്റെ പേര് അരുൺകുമാർ എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളം സ്വദേശിയാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, വൈഫ്, 2 കുട്ടികൾ, പിന്നെ എൻ്റെ ഇളയ ബ്രദർ ഉണ്ട് കൂടെ. പിന്നെ ഒരു മൂത്ത ബ്രദറും ഉണ്ട്. ആള് സെപ്പറേറ്റ് ആണ്. അച്ഛൻ റിട്ടയർഡ് KSRT ജീവനക്കാരനാണ്. അമ്മ റിട്ടയർഡ് അംഗനവാടി ജീവനക്കാരിയാണ്. അതുപോലെ വൈഫ് ഒരു സ്വകാര്യ സ്കൂളിൽ ടീച്ചറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. മൂത്താൾ 4ാം ക്ലാസ്സിൽ, ഇളയാള് അംഗനവാടിയിലാണ്. പിന്നെ മൂത്ത ബ്രദർ ഒരു കമ്പനിയിൽ സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇളയ ബ്രദർ ഒരു സ്വകാര്യ ബാങ്കിൽ ഫീൽഡ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഞാൻ MA BEd ഹോൾഡറാണ്. MA കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്വകാര്യ സ്കൂളിൽ LP സ്കൂൾ അധ്യാപനമായിട്ട് ജോയിൻ ചെയ്ത്. ആ സമയത്താണ് നമ്മൾ എന്തായാലും കുട്ടികളെ പഠിപ്പിക്കുകയാണ്, നമുക്ക് MA അല്ല യോഗ്യത എന്ന് കണ്ടുകൊണ്ട് തന്നെ ഞാൻ BEd എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ BEd ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായി. പക്ഷെ BEd പാസ്സായി കഴിഞ്ഞിട്ട് സ്കൂളുകളിൽ ജോലി തിരക്കുന്ന സമയത്താണ് ബിസിനസ് എന്നൊരു ആശയം എനിക്ക് മനസ്സിൽ കടന്നുകൂടിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ആലോചിച്ചു, എനിക്കൊരു എക്സ്പീരിയൻസ് എന്തായാലും വേണം, ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് വേണം. ഇതെന്താണ് ബിസിനസ് എന്നറിയണം. കാരണം ഞാൻ എൻ്റെ ഇതുവരെ അനുവർത്തിച്ച് വന്ന തൊഴിലെന്ന് പറയുന്ന അധ്യാപനമാണ്. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഡിഫറൻ്റ് ആണ് ബിസിനസ്. അത് കണ്ടുകൊണ്ട് ആണ് ഞാനത് എന്തായാലും ഒരു എക്സ്പീരിയൻസ് വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു കമ്പനിയിൽ ഫീൽഡ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോയിൻ ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഒരു 6 മാസം കഴിഞ്ഞിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ കമ്പനിക്ക് ഇഷ്ടപ്പെടുകയും ഒരു 6 മാസം കൊണ്ട് തന്നെ ഞാൻ സെയിൽസ് മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് എൻ്റെ ഒരു ചരിത്ര യാത്ര തന്നെയായിരുന്നു. ഞാനൊരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ആയി. ഇപ്പം ഞാനൊരു കമ്പനിയിൽ സൗത്ത് കേരള മാനേജറായിട്ട് സേവനം ചെയ്യുന്നു. അപ്പം അങ്ങനെ പോകുന്നൊരു സമയത്താണ് ഈ പറഞ്ഞ പോലെ എനിക്ക് നേരത്തെ പഠിപ്പിച്ചുകൊണ്ട സമയത്ത് BEd ആണ് പഠിപ്പിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുമ്പോൾ, മാർക്കറ്റിംഗ് മാനേജറായിട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ടും അതിന് MBA ഒരു അഭിവാജ്യ ഘടകമാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ MBAക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. IGNOUടെ MBA കോഴ്സിന്, ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് നല്ലൊരു ആപ്പ്, നമുക്ക് പറ്റിയത്, നമ്മളെ ഒന്ന് സഹായിക്കാൻ പറ്റിയ ഒരു ആപ്പ് ഞാൻ തിരഞ്ഞെടുക്കുന്ന സമയത്താണ് ലേൺവേസിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. പെട്ടെന്ന് ഞാൻ ലേൺവേസ് എടുത്തതല്ല. ലേൺവേസ് പഠിച്ചവരോടും ഒക്കെ അന്വേഷിച്ചു. അതുപോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ ശരിക്കും സെർച്ച് ചെയ്തു. അപ്പം യാതൊരു കുറ്റവും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഏറ്റവും ബെറ്റർ ആപ്പെന്ന് ഞാൻ കണ്ടുകൊണ്ട് തന്നെയാണ് ലേൺവേസ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ലേൺവേസ് സെലക്ട് ചെയ്തത് ഒരു തെറ്റായ തീരുമാനമായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാരണം എൻ്റെ മെൻറ്റർഷിപ്പും ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മളെ എങ്ങനെയാണ്, നമ്മളെക്കാട്ടിയും വലിയൊരു ആവശ്യകത എന്ന പോലെയാണ് മെൻറ്ററൊക്കെ നമ്മളോട് പെരുമാറുന്നത്. ലോജിഷ മാഡമാണ് എൻ്റെ മെൻറ്റർ. നമ്മൾ പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റ് റെഡിയാക്കിയില്ലെങ്കിൽ അത് ലേൺവേസിൻ്റെ ആവശ്യമായി കണ്ട്, അല്ലെങ്കിൽ മെൻറ്റർ അതായത് ലോജിഷ മാമിൻ്റെ ആവശ്യമായി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത്. അത് വളരെ അധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതുവരെ നല്ല രീതിയിൽ തന്നെ ലേൺവേസുമായിട്ട് മുന്നോട്ട് പോകുന്നു. അസൈൻമെൻറ്റ് തിരക്കിലാണ്. പിന്നെ എൻ്റെ കരിയർ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ബിസിനസ്സാണ് എൻ്റെ ലക്ഷ്യം. ബിസിനസ്സിലേക്ക് ഒരു ചുവട് ഞാൻ വെച്ചു. ഞാനൊരു പാർട്ട് ടൈമായിട്ട് ഞാനൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു. ഒരു ടീ ആൻഡ് സ്നാക്സ് എന്ന് പറഞ്ഞ ചെറിയൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഒരു പാർട്ട്ണറുണ്ട്. അതുകൂടാതെ തന്നെ അത് മാത്രമല്ല, ടീയും സ്നാക്സും മാർക്കറ്റിംഗ് ചെയ്യാവുന്നൊരു ഉദ്ദേശത്തോടുകയാണ്. ഓരോ ഏരിയയിലും, ഓരോ താലൂക്ക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാർഡ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ടീയും സ്നാക്സും ഞങ്ങൾ വിപണനമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വലിയൊരു നെറ്റ്വർക്ക് പോലെ കേരളം മൊത്തം വ്യാപിക്കുന്ന രീതിയിലുള്ള നെറ്റ്വർക്കാണ് ടീ ആൻഡ് സ്നാക്സിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു ഈ മാസം. പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നല്ലൊരു റെസ്പോൺസാണ്. ആൾക്കാർക്ക് വെറൈറ്റി ആയുള്ള സ്നാക്സ്, ഏറ്റവും ക്വാളിറ്റിയുള്ള ചായയൊക്കെ നേരിട്ട് കടകളിൽ ബ്രാൻഡ് ചെയ്തെത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു കരിയർ എന്ന് പറഞ്ഞ ബിസിനസ് തന്നെയാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇത്രയാണ് എൻ്റെ ഒരു ലൈഫ് ഗോളായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും
MBA പഠനം അസൈൻമെന്റ് തിരക്കിലാണ്. ലേൺവേഴ്സിനോടൊപ്പം ഇനിയും നമുക്ക് കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇനിയും കുറെ എക്സ്പീരിയൻസ് എനിക്ക് ലേൺവേഴ്സിൽ നിന്ന് കിട്ടാനുണ്ട്. ഓക്കെ, താങ്ക് യു.